മലമ്പുഴ ഡാം നിർമ്മിച്ചത് കാർഷിക ആവശ്യത്തിനായി മാത്രമാണെന്ന് ദേശീയ കർഷക സംരക്ഷണ സമിതി. ഡാമിൽ നിന്നും വ്യാവസായിക ആവശ്യങ്ങൾക്കായി വെള്ളം നൽകുന്നത് ഹൈക്കോടതി വിധികൾക്കെതിരാണെന്നും ദേശീയ കർഷക സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പാണ്ടിയോട് പ്രഭാകരൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കാർഷികാവശ്യത്തിന് മാത്രമായാണ് 1949 മലമ്പുഴ ഡാം നിർമ്മിച്ചത്. ഡാം നിർമ്മിക്കുമ്പോൾ തന്നെ രേഖകളിൽ ഇക്കാര്യം വ്യക്തമാണ്. കാർഷികാവശ്യത്തിന് വെള്ളം ലഭിക്കാതിരുന്നതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ നടന്ന കേസിലാണ് മലമ്പുഴ വെള്ളം കാർഷിക ആവശ്യത്തിനാണെന്ന വിധി പ്രസ്താവനമുണ്ടായിട്ടുള്ളത്. കഞ്ചിക്കോടും പരിസര പ്രദേശത്തുമുള്ള വ്യാവസായിക ആവശ്യത്തിന് വെള്ളം നൽകാൻ തുടങ്ങിയതോടെ കാർഷികാവശ്യത്തിന് വെള്ളം തികയാതെ വന്നതോടെയാണ് കർഷക സംരക്ഷണ സമിതി ഹൈക്കോടതിയെ സമീപിച്ചത്. എലപ്പുള്ളിയിൽ വരുന്ന മദ്യക്കമ്പനിക്കും കഞ്ചിക്കോട് പുതുശ്ശേരി മേഖലയിൽ വരാനിരിക്കുന്ന വ്യവസായ ഇടനാഴിക്കും വെള്ളം നൽകുന്നതോടെ മലമ്പുഴ ഡാം കർഷകർക്ക് അന്യമാവും. കഞ്ചിക്കോട് പുതുശ്ശേരി എലപ്പുള്ളി മേഖലകളിൽ പരമ്പരാഗത ഏരികളിലും കുളങ്ങളിലും മഴവെള്ളം സംഭരിച്ച് വ്യാവസായിക ആവശ്യങ്ങൾക്ക് നൽകാൻ സർക്കാർ തയ്യാറാവണം. മലമ്പുഴ ഡാമിന്റെ നിർമ്മാണ ലക്ഷ്യവും ഹൈക്കോടതി വിധികളും മറികടന്ന എലപ്പുള്ളി മദ്യക്കമ്പനിക്ക് വെള്ളം നൽകാൻ സർക്കാർ തീരുമാനിച്ചാൽ നിയമപരവും സമരത്തിലൂടെയും സർക്കാരിനെ നേരിടുമെന്നും പാണ്ടിയോട് പ്രഭാകരൻ പറഞ്ഞു. കാർഷിക ആവശ്യത്തിന് വേണ്ടിയാണ് നിർമ്മിച്ച ഡാമാണ്. അതുകൊണ്ട് കൃഷിയെ രക്ഷിക്കേണ്ട ചുമതല ഡാമിനുണ്ട്. അതുകൊണ്ട് കൃഷിക്ക് വേണ്ട വെള്ളം കൊടുക്കണമെന്നുകൊണ്ട് വിധിവും. പിന്നെ അതിനുശേഷം വ്യവസായങ്ങൾക്ക് വേണ്ടി ഒരുപാട് വെള്ളം കൊടുക്കുകയും കൃഷിക്കുള്ള വെള്ളം തികയാതെ ഇരുന്നപ്പോൾ 2018 വീണ്ടും ഞങ്ങൾ കേസ് കൊടുത്തപ്പോൾ അതിലും വിധി പറഞ്ഞത് കാർഷികേതര മലമ്പുഴ വെള്ളം കാർഷികേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു വിധി വന്നു. ആ വിധിപ്പകർപ്പ് ഇതാ 2 വിധിപ്പകർപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ വീണ്ടും ഇപ്പോഴത്തുള്ള അവസ്ഥ, കഞ്ചിക്കോട് മേഖലയിൽ ഒരുപാട് വ്യവസായങ്ങൾ വരുന്നു. ഇനി സ്മാർട്ട് സിറ്റി വരുന്നു. അതിന് വൻ വ്യവസായങ്ങളാണ് വരാൻ പോകുന്നത്. ആ വ്യവസായങ്ങൾക്കുള്ള വെള്ളം മലമ്പുഴയിൽ നിന്നാണ് കൊടുക്കാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ആ വെള്ളം കൂടി കൊടുത്തു കഴിയുമ്പോൾ മലമ്പുഴയിലെ വെള്ളം കൃഷി ആവശ്യത്തേക്കാൾ കൂടുതൽ വ്യവസായങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് കൊടുക്കും. അതിന് പുറമെയാണ് ഇപ്പോൾ എലപ്പുള്ളിയിൽ വരുന്ന മദ്യശാലയ്ക്കുള്ള വെള്ളം. മഴവെള്ളം സംഭരിക്കുന്ന ഒരാൾ പറയുന്നു, ഭരണത്തിലെ ഒരു പ്രമുഖ വ്യക്തി പറയുന്നു, മഴവെള്ളം സംഭരിച്ചിട്ടാണ് മദ്യം ഉൽപ്പാദനം തുടങ്ങുന്നു എന്ന് പറയുന്നു. മറ്റു ആൾക്കാർ പറഞ്ഞു, മുഖ്യമന്ത്രി അടക്കം പറയുന്നു വെള്ളം കൊടുത്തുകൊണ്ടതാ തെറ്റെന്ന് പറഞ്ഞു. വെള്ളം എവിടെ നിന്ന് കൊടുക്കുന്നു? മലമ്പുഴയിൽ നിന്നല്ലേ ഉള്ളൂ. അത് വെള്ളം കൊടുക്കുന്നതാ തെറ്റെന്ന് പറഞ്ഞു. കെ. ശരവണകുമാർ, വി. ബാലകൃഷ്ണൻ, CR രാജേഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.